കൊള്ളായിരുന്നു കണ്ടിരിക്കാൻ ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. നല്ല പടമായിരുന്നു, നല്ല സ്കോർ പരിപാടി, നല്ല മൂവിയാ കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പ്രസന്റേഷൻ ഒക്കെയാണ്. കുഴപ്പമില്ല, ചിത്രങ്ങൾ വെച്ച് നോക്കുന്നെങ്കിൽ നല്ല ബെറ്റർ ആയിരുന്നു. നല്ല സിനിമയായിരുന്നു. മുകുന്ദനുണ്ണി അസോസിയേഷൻ എന്ന സിനിമയ്ക്ക് ശേഷം അനുഭവ് സുന്ദർ നായിക് നമുക്ക് വേണ്ടിയിട്ട് ഡയറക്ട് ചെയ്യുന്ന, അതായത് നെസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മോളിവുഡ് ടൈംസ്. പടത്തിന്റെ തിയേറ്റർ റെസ്പോൺസ് എടുക്കാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അനൂപിന തിയേറ്ററിലാണ്. നേരെ നമുക്ക് തിയേറ്റർ റെസ്പോൺസിലേക്ക് പോകാം. എങ്ങനെ ഉണ്ടായിരുന്നു പടം എന്ന് ഓഡിയൻസോട് ചോദിക്കാം. തിയേറ്റർ റെസ്പോൺസ്. കുഴപ്പമില്ലായിരുന്നു, ജസ്റ്റ് ലാസ്റ്റ് എൻഡിങ് മാത്രം ഒരു നമ്മൾ പ്രതീക്ഷിച്ച അത്രയും പോയില്ല. ബാക്കിയെല്ലാം സിനിമ നൈസായിരുന്നു, നല്ല കോമഡി ഒക്കെ ഉണ്ട്, ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സ് അത്രയും പോരാ. ക്ലൈമാക്സ് ഇത്ര പോരാ. നല്ല പടം, ചിരിക്കാൻ കുറവുണ്ട്. നെസ്ലിന്റെ അഭിനയം നസ്ലിന്റെ വേറൊരു ജോൺ ഓഫ് സംഭവമല്ലേ ഇതിന്റെ അത് കാണുന്നത്, ഒരു പഴമ കൂടിയ അല്ലേ, ചിരിക്കാൻ കുറവുണ്ട്. പ്രതീക്ഷ പോലെ തന്നെ പ്രതീക്ഷ പോലെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വന്ന, പക്ഷെ എന്റർടൈൻമെന്റ് ആയിരുന്നു. നസ്ലിൻ എങ്ങനെയുണ്ട്? നസ്ലിൻ അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. കണ്ടിരിക്കാൻ ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. ഒരു അപ്പിയറൻസ് ഒന്നുമല്ല, നമ്മൾ കണ്ടിരുന്ന ഒരു നസ്ലിനല്ലല്ലോ, വേറെ ടൈപ്പ് ക്യാരക്ടറാണ്. എപ്പോഴും ഫുൾ ടൈം കോമഡിയും ഒക്കെ ആയിട്ട് ഉള്ളൊരു നസ്ലിനെ കണ്ടത് പ്രേമലൂലൊക്കെ. ഇത് ഡിഫറെന്റ് ആയിട്ടൊരു കുറച്ചുകൂടി ഒരു മെച്ചോർഡ് ആയ ഒരു ക്യാരക്ടറാണ്. കിട്ടില്ലായിരുന്നു, സൂപ്പർ അടിപൊളി. കുഴപ്പമില്ലായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ പ്രതീക്ഷനേക്കാളും നല്ലതായിരുന്നു. കണ്ടന്റ് ബേസിലെ പടം എങ്ങനെയുണ്ട്? കണ്ടന്റ് ബേസ് നല്ലതാണ്. ഇച്ചിരി സമയം കൂടുതലുണ്ടെന്നൊരു ടൈമിങ് ഇച്ചിരി ഉണ്ട്, വേണ്ടിയിരുന്നില്ല എന്നുണ്ട് അല്ലേ. നല്ലതായിരുന്നു, കുഴപ്പമില്ല. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു, നല്ല സ്കോർ പരിപാടി. ടെക്നിക്കൽ സൈഡ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല അത്യാവശ്യം കുറച്ച് ടൈം കൂടുതലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു. ബാക്കി ക്യാമറ വർക്ക് കാര്യങ്ങളെല്ലാം എല്ലാ സ്ഥലത്തും അഭിനയം ഇഷ്ടപ്പെട്ടു. മൊത്തം എന്താ പറയുക, ഒരു പുതിയ തോട്ട്, അതായത് തോറ്റവൻ്റെ കഥയാണ് പടം. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, കൊള്ളാം. നല്ല മൂവിയാ കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പ്രസന്റേഷൻ ഒക്കെയാണ്. നമുക്ക് സാധാരണ ഒരു സിനിമ കാണുന്ന പോലല്ല. ഒരു ക്ലൈമാക്സ് ഒക്കെ ഒരു എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ. കുറച്ച് ക്ഷമ വേണമെന്നാണോ ഈ പടം കാണുമ്പോഴത്തേക്കിന്? അങ്ങനെ വല്ലതും സംഭവം ഉണ്ടോ, അതോ ത്രൂ ഔട്ട് എന്റർടൈൻമെന്റ്? ഇല്ലില്ല, ഒരു മേക്കിംഗ് തന്നെയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. അത് നമുക്ക് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ആൾക്കാർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ക്ലീഷേ സംഭവമൊന്നുമല്ല. അതായത് ഒരു പഴയ കാലത്തിലെ കമ്പ്യൂട്ടർ മുതൽ ഇപ്പോഴത്തെ വരെയുള്ള ഒരു രീതിയിൽ കാണിച്ചു വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. പിന്നെ ക്ലൈമാക്സ് കൊണ്ടിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടൊന്നും ആക്കിയിട്ടില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓവർ എക്സൈറ്റഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. നല്ല മൂവിയാണ്. കുഴപ്പമില്ല, പല ചിത്രങ്ങൾ വെച്ച് നോക്കുന്നെങ്കിൽ നല്ല ബെറ്റർ ആയിരുന്നു. കുഴപ്പമില്ല, എല്ലാം കൊണ്ടും വലിയ കൊലപാതകവും കാര്യമൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാകിയ ഒരു കുട്ടികളെ കൊണ്ട് കാണാൻ പറ്റില്ല. കുഴപ്പമില്ല. നല്ലതായിരുന്നു. ഇത് സിനിമ റിലേറ്റഡ് ആയിട്ട് ഉള്ളതാ. എനിക്ക് നല്ലതായിട്ട് അത് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. ആക്ച്വലി സിനിമ ഫീൽഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. ആണല്ലേ? മോനെ എത്രത്തോളം സ്വാധീനിച്ചു ഈ സിനിമ ഫീൽഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ? അച്ഛൻ പറഞ്ഞു തന്നതാ. അച്ഛൻ പറഞ്ഞു. ഓക്കെ. സിനിമ കണ്ടപ്പോഴത്തേക്കിന് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ? അതിൻ്റെ അകത്ത് ഒത്തിരി തമാശയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇഷ്ടപ്പെട്ടു. ഫിലിം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പഠിക്കാൻ കൂടുതൽ പഠിച്ചു. ഓക്കെ.